ശബരിമലയിൽ ഉച്ചവരെ ദർശനം നടത്തിയത് 50,000-ലേറെ ആളുകളാണ്. രാവിലെ ആരംഭിച്ച തിരക്ക് ഉച്ചവരെ നീണ്ടു. മഴയുടെ ശക്തി കുറഞ്ഞതോടെയാണ് മല കയറുന്നവരുടെ എണ്ണവും വർദ്ധിച്ചത്. സരീഷ് പി.കെ. ഉണ്ട്. സരീഷ്, മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മല കയറുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടോ? പമ്പയിൽ ഇറക്കി തുടങ്ങിയിട്ടുണ്ടോ ഭക്തരെ? നിലവിൽ വലിയ രീതിയിൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. രാവിലെ 3 മണി മുതൽ തന്നെ വലിയ തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ തിരക്ക് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇന്നലെ ആകെ 67,000 പേരാണ് ദർശനം നടത്തി പൂർത്തിയാക്കിയതെങ്കിൽ ഇത്തവണ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്നെ ഏതാണ്ട് 50,000-ന് മുകളിൽ 55,000-ഓളം ആളുകൾ ദർശനം നടത്തി എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആളുകളെ സന്നിധാനത്തേക്ക് കയറ്റുന്നുണ്ട്. ദർശനം നടത്താനാകില്ല. ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവരെ ക്യാമ്പ് ചെയ്യിക്കും. അതിനുശേഷം 3 മണിക്കായിരിക്കും ദർശന സൗകര്യം അല്ലെങ്കിൽ ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. ഇന്നലെ വലിയ രീതിയിൽ മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ ഈ പമ്പയിൽ ഇറങ്ങുന്നതിനും കുളിക്കടവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുകയും ഒപ്പം തന്നെ ഈ പമ്പയിൽ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പമ്പയിൽ ഇറക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുവരെ നിലവിൽ പമ്പയിലേക്ക് ആളുകളെ ഇറക്കിയിട്ടില്ല. പക്ഷേ ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണെങ്കിൽ തീർച്ചയായും വരും മണിക്കൂറുകളിൽ ആളുകളെ ഈ പമ്പയിലേക്ക് ഇറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടെ വീണ്ടും ഒരു ചാറ്റൽ മഴ എത്തുന്ന ഒരു സ്വഭാവം ഈ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് വലിയ രീതിയിൽ ശക്തമായ കാറ്റുള്ളത്. അതോടൊപ്പം തന്നെ ഈ സന്നിധാനത്ത് മഴ മാറി നിന്നാലും ഈ പമ്പയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ടായാൽ, ഒപ്പം തന്നെ ഈ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴയുണ്ടായാൽ അത് പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമാകും. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗത കാനനപാത, അതായത് എരുമേലി മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനനപാതയുണ്ട്. ആ പരമ്പരാഗത കാനനപാതയിലും 2 ദിവസത്തേക്ക് പ്രവേശനം വേണ്ട അല്ലെങ്കിൽ പ്രവേശനം നിഷേധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചാറ്റൽ മഴ ഇപ്പോൾ സന്നിധാനത്ത് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി മഴ മാറി എന്ന് നമുക്ക് പറയാനാകില്ല. എന്തായാലും കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ദർശനത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. ഇന്നലെ അവധി ദിവസമായിട്ട് പോലും ആളുകൾ എത്താതിരുന്നത് ഒരുപക്ഷെ ഈ മഴയുടെ പ്രശ്നം കാരണമാവാം. പക്ഷേ ഇന്ന് രാവിലെ മഴയുണ്ടായിട്ട് പോലും രാവിലെ 3 മണി മുതൽ ഏതാണ്ടൊരു 9 മണിയാവുമ്പോൾ പോലും 30,000-ലേറെ ആളുകൾ ദർശനം നടത്തി അല്ലെങ്കിൽ ദർശനം പൂർത്തിയാക്കി എന്നുള്ളത് വലിയ സംഖ്യയാണ്. ഞായറാഴ്ച 67,000 പേരാണ് ദർശനം നടത്തിയെങ്കിൽ ഇന്ന് ഈ സമയത്തിനുള്ളിൽ തന്നെ 50,000 കടന്നു എന്നുള്ളതാണ്. എന്തായാലും 85,000-ന് മുകളിൽ ആളുകൾ ഇത്തവണയും അല്ലെങ്കിൽ ഇന്നും എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴും പമ്പയിൽ അത്യാവശ്യം തിരക്കുണ്ട്. അവരെല്ലാം തന്നെ വൈകിട്ടിനുള്ളിൽ തന്നെ കയറ്റിവിടാനുള്ളൊരു ശ്രമമാണ്. എന്തായാലും നിയന്ത്രണങ്ങളിൽ മഴ കുറയുന്നതിനനുസൃതമായി ഇളവുകൾ വരുത്തും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ വിവരങ്ങളാണ് സരീഷ് പി.കെ. നൽകിയത്.